ഒരു ദിവസം അർജുൻ സർജയും മരുമോൻ ധ്രുവ സർജയും കൂടി KGF ഇരുന്ന് കാണുകയായിരുന്നു. അപ്പൊ ധ്രുവ സർജ പറയും, മാമ എനിക്കും ഇതുപോലൊരു പടം വേണമെന്ന്. അത് കേട്ടതും അർജുൻ സർജ, നീ കരയാതിരിയുടെ ചെറുക്ക, നിനക്ക് വേണ്ടി ഞാൻ എഴുതി ഉണ്ടാക്കും ഒരു KGF എന്ന് പറഞ്ഞ് അർജുൻ സർജ കഥ എഴുതി. ധ്രുവ സർജ അഭിനയിച്ച വിസർജമാണ് മാർട്ടിൻ. മാമനോടൊന്നും തോന്നല്ലേ? ആ പ്രശാന്ത് നീലൊരു KGF എടുത്തോണ്ട് നമ്മൾ എന്തൊക്കെ അപരാധങ്ങളാണ് കാണേണ്ടി വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ്. ഇത് KGF ഒന്നുമല്ലല്ലോ, ഇത് രാജാതിരാജല്ലേ. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞത്? അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ നായകൻ ധ്രുവ സർജ പാകിസ്ഥാനിലെ ഒരു 30 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീഴുന്നിടത്താണ്. അപ്പൊ നമ്മൾ വിചാരിക്കും, 30 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നല്ലേ താഴെ വീണിക്കുന്നത്, അവന്റെ കയ്യും കാലും നടുവും ഒക്കെ ഒടിഞ്ഞ് സോസ് പരുവത്തിലായിട്ടുണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനൊന്നും സംഭവിക്കില്ല. ഭാഗ്യമെന്ന് പറയാമല്ലോ, 30 നില കെട്ടിടത്തിന്റെ മേലെ നിന്ന് അവൻ നേരെ വീണത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി കൂട്ടിയിട്ടിരുന്ന മെറ്റലിന്റെ മേലെയാണ്. അതുകൊണ്ട് മൂപ്പരൊരു മുറിവ് പോലും പറ്റാതെ കല്ല് പോലെ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പോഴാണ് വില്ലൻ ആശുപത്രിയിലേക്ക് വിളിച്ചു പറയുക, ആ ധ്രുവ സർജയുടെ ഓർമ്മ മൊത്തം നശിപ്പിക്കാനുള്ള ഒരു ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന്. ആ ഇഞ്ചക്ഷൻ കിട്ടിയതോടു കൂടി അവൻ ആരാണെന്ന് പോലും മറന്നുപോയി. ആ ഇഞ്ചക്ഷൻ ഒക്കെ ഒരു ആനയ്ക്ക് കൊടുത്താൽ ആന ഓൺ ദ സ്പോട്ടിൽ പടമാവും. ഇയാളുടെ ശരീരത്തിലുള്ള ഡ്രഗ്സ് ഒരു ആനയ്ക്ക് ഇഞ്ചക്ട് ചെയ്താൽ അത് 1/2 മണിക്കൂറിനുള്ളിൽ വീഴും. ബട്ട് ഗൈസ്, നമ്മുടെ ധ്രുവ സർജ മരം പോലെ നിൽക്കും. എന്നാൽ ഇവനെ സമ്മതിക്കണം, ഉരുക്കുപോലെ നിന്നുകള. ഈ ഇഞ്ചക്ഷന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ എല്ലാം മറന്നു പോകുമെന്ന് മാത്രമല്ല, ഇത് അടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പേ പിടിച്ച ചൊക്കുളിപ്പട്ടിയെ പോലെയാവും. ഇപ്പൊ ഇയാളില്ലേ, ഇയാൾ എങ്ങനെ പ്രതികരിക്കുന്ന പോലും പറയാൻ പറ്റില്ല. തൽക്കാലം നമുക്ക് പിന്നെ കൈസർ എന്ന് വിളിക്കാം. അങ്ങനെ പേ പിടിച്ച കൈസർ ആ ആശുപത്രിയിലുള്ളവന്മാരൊക്കെ കൊല്ലും. അതോടുകൂടി അവനെ പോലീസ് പിടിച്ച് പാകിസ്ഥാനിലെ ഒരു വമ്പൻ ജയിലിൽ കൊണ്ടുപോയിടും. അവിടെ മുതൽ തുടങ്ങുകയാണ് കൈസറിനെ പറ്റിയുള്ള തള്ള്. ഈ തള്ളൊക്കെ കേട്ടതും പാകിസ്ഥാൻ പോലീസ് നമ്മുടെ നാട്ടിൽ വന്ന് കച്ചറ ഉണ്ടാക്കുന്ന അടിച്ച് കടത്തടാവനെന്ന് പറഞ്ഞ് നമ്മുടെ കൈസറിനെ ആ ജയിലിലുള്ള 2 പിറ്റ്ബുള്ളിനിട്ട് കൊടുക്കും. പക്ഷെ ചൊക്ലിക്കെന്ത് പിറ്റ്ബുൾ, ആ പിറ്റ്ബുള്ളിനൊക്കെ അടിച്ച് പദവരുത്തും കൈസർ ചൊക്ലി. അതോടെ പാകിസ്ഥാൻ പോലീസ് ഇവൻ എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ് ഒരു ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയാക്കും. അപ്പൊ ആ ഡോക്ടർ കൈസറിന്റെ ബോഡി മൊത്തം സ്കാൻ ആക്കിയിട്ട് പറയും, ഇവൻ ഇങ്ങനെ പരവേശപ്പെട്ട് തുള്ളി കളിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മൂപ്പരുടെ ബോഡിയിൽ ഒരു ഉണ്ട കുടുങ്ങി കിടക്കുന്നുണ്ടത്രേ. ഇത് നിങ്ങളുടെ ബോഡിയിൽ നിന്ന് കിട്ടിയ ബുള്ളറ്റ്. ആ ഉണ്ട കിട്ടിയതും ആ ഹോസ്പിറ്റലിൽ തീയിട്ട് അവിടുന്ന് ചാടി ഓടി രക്ഷപ്പെടും കൈസർ. അങ്ങനെ അവിടുന്ന് ചാടി ഓടിപ്പോയ കൈസർ ചൊക്ലി ആ ബുള്ളറ്റും കയ്യിൽ പിടിച്ചോണ്ട് ശരിക്കും ഞാൻ ആരാണെന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാവും. അതിനു വേണ്ടി കൈസർ നേരെ ഒരു ബുള്ളറ്റ് ജോൾസിന്റെ അടുത്ത് പോകും. എന്നിട്ട് കൈസറിന്റെ ബോഡിയിൽ കയറിയ ബുള്ളറ്റ് മൂപ്പർക്ക് കാണിച്ചു കൊടുക്കും. ഇങ്ങനെ ആള് ഭയങ്കര കഴിവുള്ള ഒരു മനുഷ്യനാണ്. ആൾക്കൊരു ബുള്ളറ്റ് കണ്ടാൽ അത് ഏത് ഗണ്ണിൽ നിന്ന് പോയതാണെന്ന് മാത്രമല്ല, അത് ആര് വെടിവെച്ചതാണെന്ന് വരെ പറയാൻ പറ്റും. 9mm കാലിബർ ഫയറായ ബുള്ളറ്റ് ഏതോ ഗാങ്സ്റ്റർ ഷൂട്ട് ചെയ്തതാണ്. അത്രേ ഉള്ളൂ. അങ്ങനെ കൈസർ ഒരു ഗാങ്സ്റ്റർ ഒക്കെ വന്ന് വെടിവെക്കാൻ മാത്രം താൻ ആരാണെന്ന് ആലോചിച്ച് വണ്ടടിച്ച് നടക്കുകയാവും. ഞാൻ ആരോ ഏട്ടാ. അവസാനം അവനെ തന്നെ അന്വേഷിച്ച് ഒരു ന്യൂഡ് പബ്ബിലെത്തും. ആ പബ്ബിൽ ഇങ്ങനെ നടക്കുമ്പോഴാവും കൈസറിന്റെ പിന്നിൽ നിന്നൊരു വിളി. അർജുൻ. യെസ് ഗൈസ്, കൈസറിന്റെ ശരിക്കുമുള്ള പേര് അർജുൻ എന്നാണ്. എന്റെ പേര് അർജുൻ എന്നാണോ? അപ്പൊ ഈ അർജുൻ ആരാണെന്ന് ചോദിച്ചാൽ രാജ്യസ്നേഹിയായ ഒരു കസ്റ്റംസ് ഓഫീസർ. ഇവന്റെ രാജ്യസ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ്. നമ്മുടെ നാട്ടിലെ ചില സിഗ്മ രാജ്യസ്നേഹികളെ പോലെ വാലന്റൈൻസ് ഡേ അന്ന് പുൽവാമ അറ്റാക്കിന്റെ സ്റ്റോറി ഇട്ട് പട്ടിഷർക്കുന്ന പോലെയല്ല അർജുൻ. മൂപ്പര് വാലന്റൈൻസ് ഡേ ആഘോഷിക്കേണ്ട സമയത്ത് ഇന്ത്യൻ ബോർഡർ ചാടി പാകിസ്ഥാനിലേക്ക് പോയൊരു മുളവടി കുത്തി ഇന്ത്യൻ ഫ്ലാഗ് ഉയർത്തി വെക്കുമത്രേ. വാലന്റൈൻസ് ഡേയെ കുറിച്ച് ഓർക്കേണ്ട ഈ പ്രായത്തിൽ എല്ലാ വർഷവും മുടക്കം വരാതെ ഈ ബോർഡറും ക്രോസ് ചെയ്ത് വന്ന് നമ്മുടെ നാഷണൽ ഫ്ലാഗും ഉയർത്തി തൊട്ടപ്പുറത്തെ അമ്മയുടെ വീട്ടിൽ മതിൽ ചാടി പോയി കറിവേപ്പില പറിച്ചു വരുന്ന പോലെയാണ് ഇവൻ ബോർഡർ ചാടി പാകിസ്ഥാനിൽ പോയി ഇന്ത്യൻ കൊടി കുത്തുന്നത്. ഇനി നമുക്ക് അർജുന്റെ ഗേൾഫ്രണ്ടിനെ പറ്റി നോക്കാം. പട്ടാളത്തിലായിരുന്ന അവളുടെ ഡാഡി വെടി കൊണ്ട് മരിച്ച സ്ഥലത്ത് അങ്ങേരുടെ ആനിവേഴ്സറിക്ക് വന്ന് ഇന്ത്യൻ കൊടി കുത്തും. സൂപ്പർ ആടാ താൻ ചെയ്തത്. നമ്മുടെ ദേശസ്നേഹമില്ലാത്തിനേക്കാളും വലുത്. അങ്ങനെ കൊടി കുത്തി അവരുടെ പ്രണയം പൂവിടുകയാണ്. ഇനി ഈ പ്രണയം ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ബാഹുബലിയിലെ പോലെ മഞ്ഞിടിഞ്ഞു വീഴുമ്പോൾ അവളെ വന്ന് നമ്മുടെ അർജുൻ രക്ഷിക്കും.
സോ ഗൈസ്, താൻ അർജുനാണെന്ന് മനസ്സിലാക്കിയ കൈസർ നേരെ ഇന്ത്യയിലേക്ക് തിരിക്കും. എന്നിട്ട് അർജുന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പോകും. അപ്പതാ അർജുന്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒറ്റ കണ്ണിൽ വെടിവെച്ചിട്ടാരോ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ കഷ്ടപ്പെട്ട് നമ്മുടെ കൈസർ ഇതെന്താണ് സംഭവം എന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചപ്പോഴാണ് കൈസറിന് അത് മനസ്സിലാവുക. തന്റെ സുഹൃത്തുക്കളെയൊക്കെ കൊല്ലുന്നത് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു അധോലോക നായകനാണെന്ന സത്യം. കാരണം ഈ മാർട്ടിൻ എന്ന് പറയുന്ന കൊടും ഭീകരൻ അന്വേഷിച്ചിട്ടാണ് കസ്റ്റംസ് ഓഫീസറായ അർജുൻ പാകിസ്ഥാനിലേക്ക് പോയതും അവിടുന്ന് കിളിപ്പോയി തിരിച്ചു വന്നതും. മാർട്ടിനെ പിടിക്കാൻ വേണ്ടിയാണ് നീ പാകിസ്ഥാനിലേക്ക് പോയത്. സോ ഗൈസ്, ഇനി നമ്മുടെ അർജുൻ മാർട്ടിനെ പിടിക്കാൻ വേണ്ടി ഒരു ചെറിയ ഐഡിയ ഇറക്കും. അതെന്താണെന്ന് വെച്ചാൽ അർജുനുമായി അടുപ്പമുള്ളവരെയാണല്ലോ മാർട്ടിൻ വന്ന് കൊല്ലുന്നത്. അതുകൊണ്ട് അടുത്ത ലക്ഷ്യം അർജുന്റെ ഗേൾഫ്രണ്ട് ആവുമെന്ന് കരുതി ആ രാജസ്നേഹിയായ പെൺകുട്ടിയെയും കൂട്ടി അർജുൻ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങും. ഇവളെ മാർട്ടിൻ കൊല്ലാൻ വരുമ്പോൾ കൈയോടെ അവനെ പിടിക്കാമല്ലോ. യെസ് ഗൈസ്, അർജുന്റെ പ്രതീക്ഷ തെറ്റിയില്ല. കുറെ ഗുണ്ടകൾ വന്നിട്ട് അവളെ കൊല്ലാൻ നോക്കും. എന്നിട്ട് വമ്പൻ സംഘർഷം. ആ സംഘർഷത്തിന്റെ ഇടയിലാണ് കുറച്ച് തേങ്ങകൾ പറന്നു വരുന്നത്. അതിലൊരു തേങ്ങ അർജുന്റെ മണ്ടയ്ക്ക് കൊള്ളും. അതോടുകൂടി തലയ്ക്ക് ഷോക്ക് കിട്ടി. ആ ഇഞ്ചക്ഷന്റെ ഡോസ് പോയി കൈസർ ചൊക്കളിക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയാണ്. അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം കൈസർ ചൊക്കളിക്ക് മനസ്സിലാവുന്നത്. താൻ അർജുനൊന്നുമല്ല, പകരം അർജുൻ അന്വേഷിക്കുന്ന കൊലയാളിയായ മാർട്ടിനാണത്രേ. നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. അപ്പൊ ഇതൊക്കെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവർ ഡബിൾ റോൾ ആണ്. ശരിക്കുമുള്ള അർജുൻ ഇപ്പോൾ എവിടെയോ ചികിത്സയിൽ കഴിയുകയാണ്. ഇനി മാർട്ടിനെ പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഒരു മുട്ടൻ ഡോൺ. ഒപ്പമുള്ളവന്റെ നാക്ക് വെട്ടുക, പട്ടിയുടെ ബിസ്ക്കറ്റ് കടിച്ചു പറിച്ചെടുക്കുക, മരിച്ചു പോയവരെ കൊണ്ട് കൊണയടിപ്പിക്കുക. വെടിയുണ്ടയും ബോംബുമൊന്നും മാർട്ടിൻ ഒരു പ്രശ്നമേ അല്ല. ബോംബൊക്കെ കണ്ടാൽ അതിന്റെ മേലെ രണ്ടാളെ വെച്ച് അവരുടെ മേലെ കേറി നിൽക്കും. അജാതി പവറാണ്. Successful gangster ever. ആയിക്കോട്ടെ. അപ്പൊ ഇതുവരെ നടന്ന സംഭവങ്ങൾക്കൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു വലിയ മരുന്നുകട മുതലാളി മൂപ്പരുടെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ 12,000 കോടി രൂപയുടെ മരുന്നൊക്കെ ഒരു കണ്ടെയ്നറിലാക്കി ഇന്ത്യയിലേക്ക് ഇറക്കി സപ്ലൈ ചെയ്യാൻ നിൽക്കുകയാവും. പക്ഷെ നമ്മുടെ അർജുനെ അറിയാമല്ലോ, ആളൊരു രാജ്യസ്നേഹിയായ കസ്റ്റംസ് ഓഫീസറാണ്. അവൻ അത് സമ്മതിക്കില്ല. ഇന്ത്യയിലെ ആൾക്കാർക്ക് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാരസെറ്റമോൾ കൊടുക്കാൻ നോക്കുന്നോടെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞ് ആ ഹാർബറിൽ വൻ കച്ചറയാക്കും. എന്നിട്ട് ആ പാരസെറ്റമോൾ നിറച്ച കണ്ടെയ്നറൊക്കെ ഹാർബറിൽ പിടിച്ചിടും കസ്റ്റംസ് ഓഫീസർ അർജുൻ. അത് കണ്ട് ദേഷ്യം വന്ന മരുന്നുകട മുതലാളി അർജുനെ കൊല്ലാൻ വേണ്ടി ഒരു ഗുണ്ടാ സംഘത്തിന് ഫോട്ടോ അയച്ചു കൊടുത്ത് കൊട്ടേഷൻ കൊടുക്കും. ആ ഗുണ്ടാ സംഘമാണെങ്കിലോ ആ ഫോട്ടോ കണ്ട് അർജുൻ ആണെന്ന് വിചാരിച്ച് മാർട്ടിനെ തട്ടാൻ പോകും. മാർട്ടിൻ ആ കൊട്ടേഷൻകാരുടെ അടുത്തു നിന്നൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് നേരെ മരുന്നുകട മുതലാളിയുടെ അടുത്തെത്തി അവന്റെ കാറ് കത്തിച്ച് എയറിൽ കയറ്റി നിർത്തും. ഇതെന്തിനാ ഈ എയറിൽ കയറ്റി നിർത്തുന്നതെന്ന് ചോദിച്ചാൽ അതുകൊണ്ടൊന്ന് ഹൈ ലെവലിലാക്കാൻ വേണ്ടി ഒന്ന് പൊക്കി വെച്ചത്. അധികമൊന്നുമില്ല, 2-3 പിരി എവിടെയോ അറിയിക്കണം. സോ ഗൈസ്, മാർട്ടിൻ അങ്ങനെ ആ മരുന്ന് കട മുതലാളിയെ എയറിൽ നിർത്തി ചോദിക്കും, എന്തിനാടാ നായിന്റെ മോനെ ചുമ്മാ വഴിക്കൂടെ പോയി എന്നെ നീ കൊല്ലാൻ നോക്കിയതെന്ന്. അപ്പൊ മരുന്ന് കട മുതലാളി പറയും, അയ്യോ അതെനിക്ക് ആള് മാറിപ്പോയതാണ്. എടാ നിന്നെ പോലൊരുത്തന കസ്റ്റംസിലുണ്ടടാ. അവൻ എന്റെ 12,000 കോടിയുടെ മരുന്ന് പിടിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആ അർജുനെ വീഡിയോ കോളാക്കി മാർട്ടിന് കാണിച്ചു കൊടുക്കും. ഇപ്പൊ കാര്യങ്ങൾ ഏകദേശം പിടികിട്ടി. അതോടുകൂടി ഇതൊക്കെ മനസ്സിലായ മാർട്ടിൻ ആ മരുന്ന് കട മുതലാളിയുമായി ഒരു ഡീല് വെക്കും. അതെന്താന്ന് വെച്ചാൽ അർജുന്റെ കയ്യിൽ നിന്ന് ആ കണ്ടെയ്നേഴ്സ് ഒക്കെ ഞാൻ ഇറക്കി തരാം, പകരം എനിക്ക് 7,000 കോടി രൂപ തന്നാൽ മതിയെന്ന്. മരുന്ന് കട മുതലാളിയാണെങ്കിൽ ഓക്കെ എന്നും പറയും. അങ്ങനെ മാർട്ടിൻ ആ മരുന്ന് അവിടെ നിന്ന് എടുക്കാൻ വേണ്ടി അർജുന്റെ വേഷം കെട്ടി കുറെ കണ്ണന്തിരിവൊക്കെ കാണിക്കും. ബട്ട് ഗൈസ്, അത് CCTV വഴി അർജുൻ അറിയും. എന്റെ അതേ ലുക്കുള്ള ഒരു മാർട്ടിൻ കണ്ടെയ്നർ അടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അർജുൻ ഈ മാർട്ടിനെ അന്വേഷിച്ചുകൊണ്ട് അവന്റെ ഒളിത്താവളമായ പാകിസ്ഥാനിലേക്ക് പോകും. അങ്ങനെ ഈ പാകിസ്ഥാനിലെ ഒരു പണി കഴിയാത്ത കെട്ടിടത്തിൽ വെച്ച് നമ്മുടെ അർജുനും മാർട്ടിനും തമ്മിൽ വൻ ക്ലാഷ് നടക്കുകയാണ്. അതിലാണ് മാർട്ടിൻ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് മരുന്ന് കുത്തി ബോധം പോകുന്നതും അർജുൻ അടികൊണ്ട് അവശനായി അവിടെ ഏതൊരു സ്ഥലത്ത് ചികിത്സയിൽ കഴിയുന്നതും. അപ്പൊ ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞ് ബാക്ക് ടു ദ പ്രസന്റ് ഡേ. പാകിസ്ഥാനിൽ നിന്ന് അടികൊണ്ട് അവശനായി ചികിത്സയിലായിരുന്ന അർജുൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരും. ഇതേ സമയത്താണെങ്കിലോ ഓർമ്മ തിരിച്ചു കിട്ടിയ മാർട്ടിൻ അർജുൻ ആണെന്നും പറഞ്ഞ് അർജുന്റെ രാജസ്നേഹിയായ കാമുകിയെ കിഡ്നാപ്പാക്കി കൊണ്ടുപോയി നടുക്കടലിലെ ഒരു ബോട്ടിൽ കൊണ്ടുപോയിടും. പെൺകുട്ടിയെ താമസിയാതെ കൊല്ലും. എന്താ ഇത്ര ഉറപ്പ്? അതിക്രൂരനായ ഒരു വില്ലനായ മാർട്ടിൻ ഒരു പെണ്ണിനെ കിഡ്നാപ്പാക്കി കൊണ്ടുവന്നാൽ എന്തെങ്കിലും ഒക്കെ തെണ്ടിത്തരം കാണിക്കുമെന്ന് നമ്മൾ വിചാരിക്കുമല്ലോ. എന്നാൽ മാർട്ടിൻ അങ്ങനെയല്ല. നമ്മുടെ മാർട്ടിൻ സ്ത്രീകളെയൊക്കെ ബഹുമാനിക്കുന്ന ഒരു കുല അധോലോക നായകനാണ്. ഒരു പെൺകുട്ടിയെ ചൂഷണം ചെയ്യുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന ക്യാരക്ടർ എനിക്കില്ല. മാത്രമല്ല അവളെ ബാഡ് ടച്ച് ചെയ്ത മാർട്ടിന്റെ ഒരു ടീം മെമ്പറെ വെടിവെച്ച് കൊന്ന് പെണ്ണുങ്ങളെ മാനിക്കാൻ പഠിക്കണം എന്ന് പറഞ്ഞ് സ്ലോഗൻ ചൊല്ലിക്കൊടുക്കും. സോ ഗൈസ്, മാർട്ടിന്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ ഇവളെ വിട്ടു കിട്ടണമെങ്കിൽ ആ കണ്ടെയ്നേഴ്സ് ഒക്കെ വിട്ടു തരണമെന്ന് പറഞ്ഞ് അർജുനെ വിളിച്ച് ഭീഷണിപ്പെടുത്തുക.
ബട്ട് ഗൈസ്, ഭീഷണിപ്പെടുത്തിയതും അർജുൻ പറയും, എടാ മാർട്ടി, ഞങ്ങൾ രാജ്യസ്നേഹികളായ കപ്പിൾസാടാ, രാജ്യദ്രോഹം ഞങ്ങൾ ചെയ്യില്ല. നീ വേണേൽ അവളെ കൊന്നു, രാജ്യത്തിന് വേണ്ടി അവൾ മരിക്കാനും തയ്യാറാവുമത്രേ. So just kill her. മാർട്ടിന്റെ ആ പ്ലാൻ മൂഞ്ചും. അവനാകെ ദേഷ്യം വരും. ഇതേ സമയം അർജുൻ ആ മരുന്ന് നിറച്ച കണ്ടെയ്നർ ഒക്കെ എടുത്ത് ക്ലൈമാക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് ബോംബിട്ട് തകർക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാവും. അപ്പതാ അങ്ങോട്ടേക്ക് മാർട്ടി ഒരു പാൻസർ കൊണ്ടുവരും. എന്നിട്ട് ചറ പറ വിടുവിക്കും. അതും ഈ കൊച്ചു കേരളത്തില്. അവസാനം നമ്മുടെ അർജുന്റെ വണ്ടിക്കും മാർട്ടി വെടിവെക്കും. ആ വെടിയുണ്ട് എന്റെ നേർക്കല്ലേ വരുന്നത്, മാറിക്കളയാം. ബട്ട് ഗൈസ്, മാർട്ടി അപ്പോഴേക്കും അർജുനെ ഗൺ പോയിന്റിൽ വെച്ചിട്ടുണ്ടാവും. ആ സമയത്താവും മാർട്ടിന് കൊടുക്കാനുള്ള 7000 കോടിയും കൊണ്ട് അങ്ങോട്ടേക്ക് മരുന്നുകട മുതലാളി വരുന്നത്. പൈസ വന്നതും മാർട്ടി ആ പൈസ മൊത്തം ഒരു ഹെലികോപ്റ്ററും കൊണ്ടുവന്ന് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകും. ഇനിയാണ് ട്വിസ്റ്റ്. പൈസ കിട്ടിയതും മാർട്ടി കളം മാറ്റി ചവിട്ടും. കാരണം നമ്മുടെ മാർട്ടി മനുഷ്യ സ്നേഹിയായ ഒരു അധോലോക നായകനാണ്. ഈ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പാരസെറ്റമോൾ ഒക്കെ ഇന്ത്യയിൽ ഇറക്കിയാൽ ഇന്ത്യയിലെ മനുഷ്യന്മാരൊക്കെ ചാവും. അതിന് ഈ മാർട്ടി സമ്മതിക്കില്ല. മാത്രമല്ല, ഈ പാരസെറ്റമോളിന്റെ കണ്ടെയ്നറിന്റെ കൂടെ ഈ മരുന്നുകട മുതലാളി മനുഷ്യന്മാരെ കൊല്ലുന്ന ആയുധക്കടത്തും ചെയ്യുന്നുണ്ടത്രേ. ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഴിവറടാ മോനെ. അങ്ങനെ രാജ്യസ്നേഹിയായ അർജുനും മനുഷ്യസ്നേഹിയായ മാർട്ടിനും ആ മരുന്നുകട മുതലാളിയും കൊന്ന് ആ കണ്ടെയ്നറുകൾ മൊത്തം പൊട്ടിച്ചു കളഞ്ഞ് നമ്മൾ ഇന്ത്യക്കാരെ മൊത്തമായിട്ട് അങ്ങ് രക്ഷിക്കുകയാണ്. അവസാനം ആ മനുഷ്യസ്നേഹിയായ മാർട്ടിൻ ഇന്ത്യയെ രക്ഷിച്ച് ആ 7000 കോടിയും കൊണ്ടുപോയി നോർത്ത് കൊറിയയിലും പാരീസിലും USA-ലും അഫ്ഗാനിസ്ഥാനിലും റഷ്യയിലും കൊളംബിയയിലും ബോംബിട്ട് കളിക്കാവും. എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ഒരു കഥ ആലോചിച്ച് എഴുതാൻ പറ്റുന്നത്? മാമനോടൊന്നും തോന്നല്ലേ? പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, ബസ്താരദസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.